13 പ്രോക്ക് 1900 ദിർഹംസിന് നിങ്ങൾക്ക് 30 പ്രോ സ്വന്താക്കാം. നോൺ ആക്റ്റീവ് ഡിവൈസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് കൂടുതലും നമ്മൾ പറയാനുള്ളത് നോൺ ആക്റ്റീവിനെ കുറിച്ചിട്ട് തന്നെയാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലക്കിലുക്കിയ സുന്ദരി. വെൽക്കം ബാക്ക് ഇൻ ആക്യൂഡോസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, സാധനത നോൺ ആക്റ്റീവ് അത് കാലങ്ങൾക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും നമ്മളെ കയ്യിൽ വന്നതാണ് 12 പ്രോ നോൺ ആക്റ്റീവ് സീരീസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നോൺ ആക്റ്റീവ് സീരീസ് ആണ് ഏറ്റവും കൂടുതൽ കാണിച്ചു തരുന്നത്. 12 പ്രോ നോൺ ആക്റ്റീവ്, 40 പ്രോ നോൺ ആക്റ്റീവ്, 11 പ്രോ നോൺ ആക്റ്റീവ് എന്നുള്ള സാധനം വന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഫോണിൻ്റെ സ്റ്റോക്കുകൾ നിങ്ങൾ നോക്കിക്കോളി. 14 പ്രോ നോൺ ആക്റ്റീവ് ഇവിടെ 512 GB ഉണ്ട്, HK 2 സിം ഇടാൻ പറ്റിയത്. അതുപോലെ തന്നെ 12 പ്രോ നോൺ ആക്റ്റീവ് ഉണ്ട്, ഇതേപോലെ തന്നെ ഡബിൾ സിം ഇടാൻ പറ്റിയ HK ഡിവൈസ്. HK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ്ങിൻ്റെ സ്പെക്കാണ്. 2 സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളാവും ഫസ്റ്റ് യൂസർ. നമ്മൾ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഫോൺ സെക്കൻഡ് ഹാൻഡ് ഫോണായാലും യൂസർ ഫോൺ, ഇപ്പോൾ പുതിയ ഫോണായാലും എടുക്കാൻ പോകുന്നവർക്ക് ഇത് ഒറിജിനലാണോ കോപ്പിയാണോ എന്നുള്ള ഈ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ പ്രൈസും കാര്യങ്ങളും നിങ്ങൾ മാർക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കുക. കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട് പ്രൈസ് നിങ്ങളത് കൂടുതലാണ്. അപ്പം ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് എവിടെയാണോ കുറവ് അവിടെ പോയിട്ട് എടുക്കാം. കാരണം ഞാൻ ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ നമ്മൾ പറയുകയാണ് 13 പ്രോക്ക് 1900 ദിർഹംസിന് നിങ്ങൾക്ക് 30 പ്രോ സ്വന്താക്കാം. നിങ്ങൾ എന്തായാലും വിളിക്കും. അപ്പോൾ ആ വീഡിയോയിലെ ഹൈലൈറ്റാണ് നിങ്ങൾക്ക് മൈൻഡിൽ കയറ്റി തരുന്നത്. എന്താ 1900 ദിർഹംസിന് 13 പ്രോ. എന്താണ് അതിൻ്റെ ക്വാളിറ്റി, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയാറില്ല. വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ ടാബിയിൽ 650 ദിർഹംസിന് നിങ്ങൾക്ക് 30 പ്രോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ കാണാതെ നിങ്ങൾ വിളിക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക, എന്നിട്ട് വിളിക്കുക. പിന്നെ 30 പ്രോ ഇപ്പോൾ 1900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളെ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ എബൌട്ട് പോയി കഴിഞ്ഞാൽ ജെന്യൂൻ പാർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെയർ മാറ്റിക്കണമെങ്കിൽ ജെന്യൂൻ പാർട്ട് വരും. ഇപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ അൺനോൺ പാർട്ടാണെങ്കിൽ പുറത്തുനിന്ന് മാറ്റിക്കണമെങ്കിൽ സ്പെയർ മാറ്റിക്കണമെങ്കിൽ. അപ്പോൾ ഇതൊന്നും മാറ്റാത്ത, ഗ്ലാസ് ഒന്നും ചേഞ്ച് ചെയ്യാത്ത ഡിവൈസിന് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റേഞ്ച് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വില 2050 ദിർഹംസ്. നിങ്ങൾ ഇപ്പോൾ എവിടുന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാലും വില കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്ക്രാച്ച് ഉണ്ടോ നോക്കുക, എല്ലാം നോക്കിയിട്ട് നിങ്ങൾ അതിനുള്ള വില ചോദിച്ച് നോക്കിയോളൂ. നോർമലി എല്ലായിടത്തുള്ള പ്രൈസ് തന്നെയാണ് നമ്മളുള്ളത്. ഇത് ഇൻട്രൊഡക്ഷൻ മാത്രം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലായിടത്തേക്കും വിളിച്ചു നോക്കുക. വില കുറവുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണം കേട്ടോ. ഓഫ് കോഴ്സ് അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം നിങ്ങളാണ് യൂസ് ചെയ്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നതും. പിന്നെ നമ്മളെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ 12 പ്രോ 256 GB യൂസഡിൽ സാധനം എന്താ, യൂസഡിൽ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കിക്കോ. യൂസഡിൽ കൊടുക്കുന്ന സാധനത്തിൻ്റെ കണ്ടീഷൻ നോക്കിക്കോ. സ്ക്രാച്ചോ വര കുത്തോ ഒന്നുമില്ലാത്ത അടിപൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനം ഇതാ നോക്കിക്കോ. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ ഇപ്പോൾ എന്തെങ്കിലും മാറ്റിക്കണമെന്നുള്ളതല്ല, ഒന്നും മാറ്റിയിട്ടില്ല. സീരീസ് തന്നെ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇതാ. ബാറ്ററി ഹെൽത്ത് ഇതാ 89%. ബൂസ്റ്റഡോ ഓർലിസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ക ജെന്യൂന് സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 1450 ദിർഹംസ് 256 GB. ഞാനിത് ഫോൺ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ കാര്യങ്ങൾ. പിന്നെ അതേപോലെ 512 GB കൊടുക്കുന്ന പ്രൈസാണ്. 12 പ്രോ 512 GB ആണെങ്കിൽ 1550 ദിർഹംസ്. 1450 ദിർഹംസും 256-ന് 1550 ദിർഹംസ് 512 GB. പിന്നെ അതാ 14 പ്രോ മാക്സ് 512 GB 2 സിം ഇടാൻ പറ്റിയ ഡിവൈസ് വന്നിട്ട് 3500 ദിർഹംസിന് 14 പ്രോ മാക്സ് 2 സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ടാബി തമാര EMI നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ 11 പ്രോ സാധനം 256 GB വന്നിട്ടുണ്ട്. 11 പ്രോ 256 GB സാധനം നോക്കിക്കോ. ഗ്രാഫൈറ്റ് കളറ് നമ്മളെ കയ്യിൽ 1150 ദിർഹംസിന് 1150 പ്രോ 256 GB മോഡൽ നമ്പറൊക്കെ നോക്കിക്കോ. അപ്പോൾ ഇതെല്ലാം പക്ക ജെന്യൂൻ ഫോണുകളാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളിപ്പോൾ 11 ഇതാ കൊടുക്കുന്ന 950-900 നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും പാർട്സ് മാറ്റുക അല്ലെങ്കിൽ ഗ്ലാസ് ചേഞ്ച് ആക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളതുണ്ടാവും. പിന്നെ 40 പ്രോ മാക്സിൽ തന്നെ ഒരു 11 മാസം വാറണ്ടി, 1 കൊല്ലം വാറണ്ടി തന്നെ കൂട്ടിക്കോ. നമ്മളെ ഷോപ്പ് വാറണ്ടി അടക്കം 1 കൊല്ലം വാറണ്ടി
ഉള്ള സാധനം വന്നിട്ടുണ്ട്. 3550 ദിറംസിന് നിങ്ങൾക്ക് തരാം. 1 ഇയർ വാറണ്ടിയുള്ള 14 Pro Max വിത്ത് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു കൊല്ലം വാറണ്ടി തന്നെ പറയാം, നമ്മളെ ഷോപ്പ് വാറണ്ടി അടക്കം. പിന്നെ നോൺ ആക്റ്റീവ് ഡിവൈസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് കൂടുതലും നമ്മൾ പറയാനുള്ളത് നോൺ ആക്റ്റീവിനെ കുറിച്ചിട്ട് തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ ഇതാ നോൺ ആക്റ്റീവ് 12 Pro നോൺ ആക്റ്റീവ്, ഇതേപോലെ 11 Pro നോൺ ആക്റ്റീവ്, 11 Pro നോൺ ആക്റ്റീവ് അത് നമ്മളെടുത്ത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതേപോലെ 14 Pro നോൺ ആക്റ്റീവ്, 14 Pro നോൺ ആക്റ്റീവ്, 40 Pro നോൺ ആക്റ്റീവ് സാധനം വന്നിട്ടുണ്ട്. ഈ ഒരു നോൺ ആക്റ്റീവ് ഇതെല്ലാം നോൺ ആക്റ്റീവ് സീരീസ് ആണ്. ഇതിൽ ആദ്യം വന്ന നോൺ ആക്റ്റീവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അന്ന് കുറച്ച് മുമ്പ് iPhone 8 നോൺ ആക്റ്റീവ് വന്നിരുന്നു. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ, ഉപയോഗിക്കാത്ത ഫോണാണ്, ആരും യൂസ് ചെയ്തിട്ടില്ല, അത് യൂസ്ഡ് കാറ്റഗറിയിൽ നമുക്ക് ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് നോക്കിക്കോളും, 100% ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. അപ്പോൾ മോഡൽ നമ്പർ 5Gയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോൺ ആക്റ്റീവ് സീരീസ് എല്ലാം അതാണ്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ കിട്ടുമെന്നല്ലേ ഞാൻ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നോൺ ആക്റ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിളിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ 12 Pro നിർത്തിയിട്ടുണ്ട്, അതേപോലെ 14 Pro ഒക്കെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വെച്ചിരുന്ന ഡിവൈസാണ്. പണ്ടത്തെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ആപ്പിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഈ ഒരു സാധനം കൊടുക്കും. അപ്പോൾ അതാണ് നോൺ ആക്റ്റീവ്. ഇതിൽ മോഡൽ നമ്പർ, അതേപോലെ ബോക്സ് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇത് സോഫ്റ്റ്വെയർ ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കുന്ന ഡിവൈസാണ് നോൺ ആക്റ്റീവ് സീരീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് റേഷ്യോ വളരെ കുറവാകും. ഞാനൊക്കെ 12 Pro ഒരുപാട് വിറ്റിട്ടുണ്ട്. ഏകദേശം 2022 ആ ഒരു ഇയറിൽ ഒരുപാട് ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. പിന്നെയും അതിന് ഒരുപാട് എൻക്വയറി വന്നു 12 Pro നോൺ ആക്റ്റീവ് ഉണ്ടോ വെച്ചിട്ട്. അപ്പോൾ അതിന് കാലങ്ങൾക്ക് ശേഷം വന്നതാണ്. 2 സിം ഇടാൻ പറ്റും. HK എന്ന് പറഞ്ഞാൽ ഹോങ്കോങ്ങിന് സ്പെക്കാണ്, HK ഡിവൈസാണ്. കൊടുക്കുന്ന പ്രൈസ് 1950 ദിറംസിന് 12 Pro നോൺ ആക്റ്റീവ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. കൂടാതെ തന്നെ 11 Pro നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്. സൈറ്റിൽ കാണിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റീപാക്ക് ചെയ്ത പീസുകളാണ്. ഈ ഒരു അടുത്തൊരു കസ്റ്റമർ വന്നിരുന്നു. അപ്പോൾ ഇതേപോലെ സൈറ്റിൽ നിന്ന് എടുത്ത് പെട്ട് പണി പാളി, പക്ഷേ റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയത് കണ്ടിട്ട് എടുത്താണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം, പുതിയ സാധനം ഇറങ്ങണില്ല. 11 Pro ആയാലും 12 Pro പുതിയ ഇറങ്ങണില്ല, റീപാക്ക് ചെയ്ത് തരുന്ന സാധനമാണ്. റീഫർബിഷ്ഡ് ഡിവൈസാണ്, F സീരീസിലെ വരിക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് അറിയണവരത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തു, നമ്മുടെ അടുത്തുനിന്നല്ല, എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക അറിയണവരത്തുനിന്ന്. അപ്പോൾ 11 Pro 256 GB നോൺ ആക്റ്റീവ് വന്നിട്ടുണ്ട്. ഇത് സാധനം നോക്കിക്കോളി, പക്ക ക്ലീനാണ്, 100% ബാറ്ററി ഉണ്ടാവും. മോഡൽ നമ്പർ ഒന്നും FO കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ കൂടാതെ തന്നെ ഇത് കൊടുക്കുന്ന പ്രൈസ് 1500 ദിറംസിന് 11 Pro നോൺ ആക്റ്റീവ് 256 നോൺ ആക്റ്റീവ് ഇട്ടാൽ യൂസ് ചെയ്യാത്ത സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. അതേപോലെ തന്നെ 14 Pro 512 GB നോൺ ആക്റ്റീവ് പർപ്പിൾ കളർ. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ പർപ്പിൾ തന്നെയാണ് കേട്ടോ. പർപ്പിൾ കുറച്ച് മുമ്പ് ബ്ലാക്ക് വന്നിരുന്നു, ഗോൾഡ് വന്നിരുന്നു, അപ്പോൾ അതിന് ശേഷം പർപ്പിൾ വന്ന്. പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സിമ്മാണ്. 2 സിം നമുക്ക് ഫിസിക്കലി യൂസ് ചെയ്യാൻ പറ്റും. 3100 ദിറംസിനാണ് ഞങ്ങളിപ്പോൾ നോൺ ആക്റ്റീവ് സീരീസ് കൊടുക്കുന്നത്. കൂടാതെ തന്നെ യൂസഡിൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ. 30 Pro 512 GB നമ്മളെ കയ്യിൽ സാധനം വന്നിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും നിങ്ങൾ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കോ. നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ എന്ന് പറഞ്ഞിട്ടല്ല, 2300 ദിറംസിന് 13 Pro 512 GB നല്ല കണ്ടീഷനുള്ള സാധനം കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറഞ്ഞ ഗ്രേഡുള്ള സാധനം ഇപ്പോൾ നിലവിൽ സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് കാണിച്ചിടാത്തത്. കുറഞ്ഞ ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ടാവും. ഈ ഗ്ലാസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുക പോലും ഇല്ല. ഗ്ലാസ് ചേഞ്ച്ഡ് ഡിവൈസ് വരും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറലിൽ പോയി കഴിഞ്ഞാൽ, എബോട്ട് പോയി കഴിഞ്ഞാൽ ജെന്യൂൻ ആപ്പിൾ പാട്ട് അല്ലെങ്കിൽ അൺനോൺ പാട്ട് എന്നുള്ള മെസ്സേജ് കാണിക്കും. അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വില കുറവിൽ കിട്ടലുണ്ട്. നിങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പൊതുവേ ഒരു ടോക്ക് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കുക. കച്ചവടം ചെയ്യണത് ആ ഒരു രീതിയിൽ നമ്മൾ കച്ചവടം ചെയ്യുക. പറഞ്ഞിട്ട് വിറ്റിട്ട് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ എടുക്കുക. കാരണം കസ്റ്റമറോട് കൺവിൻസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കുക. ഇതിങ്ങനെ ബ്രോ ആപ്പിൾ ജെന്യൂൻ പാട്ടുണ്ട് അല്ലെങ്കിൽ അൺനോൺ പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ ഓക്കെ. നേരെ മറിച്ചിട്ട് നമ്മൾ പ്രൈസ് ഹൈലൈറ്റ് ചെയ്തിട്ട് 1900 ദിറംസിന് 30 Pro അല്ലെങ്കിൽ 1800 30 Pro എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പൊതുവേ ചെന്ന് ചാടലാണ്. നമ്മൾ സാധാരണക്കാർ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് കരുതിയിട്ട് ഞാൻ മമ്മൂട്ടി ആവില്ല കേട്ടോ. നമ്മളെടുത്തുനിന്നായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളി, എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ റീഫണ്ട് തരും 100%. അടുത്ത ഇത് എന്ന് പറഞ്ഞാൽ എക്സസ് 512 GB നമ്മളെ കയ്യിൽ നിന്ന് ക്വാണ്ടിറ്റി കണക്കിന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എക്സസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മോഡലാണ്. ഞാൻ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ 850 ദിറംസിനും ഈ സാധനം 512 GB നിങ്ങൾക്ക് ഞാൻ തരാം. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പീസ്, ബാറ്ററി മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ എക്സസ്. അതേപോലെ 13 512 GB ഉണ്ട്. 1650 ദിറംസിന് 13 512 GB
85% ബാറ്ററി ഹെൽത്തുള്ള നല്ല കിടിലൻ സാധനമുണ്ട്. അതേപോലെ 12 128 ഉണ്ട്, 1200 ദിറംസ്. എല്ലാം 85-ന് മേലേക്ക് ബാറ്ററി ഹെൽത്ത് ഉണ്ട്. 90 91 എല്ലാ ഇതിനും ബാറ്ററി ഹെൽത്ത് ഉണ്ട്. നല്ല ക്ലീൻ പീസാണ്. ഞാൻ ഒറ്റ പീസ് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ തന്നെ എൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ 30 Pro Max 512GB ഉണ്ട്, 2650 ദിറംസിന്. സാധനം നോക്കിക്കോളി, പുതിയത്, സെയിം ലൈക്ക് പുതിയത്. നമ്മൾ ആർക്യൂൻ്റെ ഭാഗത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പുതിയത് പോലത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ്. പിന്നെ 11 ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് രണ്ട് പ്രൈസാണ്. 950 ദിറംസിന് സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ ഇതിനെല്ലാത്തിനും EMI സൗകര്യങ്ങളുണ്ട്. EMIയിൽ നമുക്ക് ഫോൺ എടുക്കാം. ടാബി തമാര EMIയിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റും. ഇനി ആരും സമയം കളയണ്ട. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബർദുബായിലെ അൽറഫ സ്ട്രീറ്റിലാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. UAEയിൽ മൊത്തം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒമാനിലും ഖത്തറിലോട്ട് ഇപ്പോൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ പഴയ ഏതെങ്കിലും മോഡൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ മോഡൽസിലേക്ക് മാറാൻ പറ്റും. പിന്നെ ബ്രാൻഡ് ന്യൂ ഫോണായ 15 Pro 50 Pro Max ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. ഡെയിലി പ്രൈസ് മാറുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ മക്കളെ, ഇനി ആരും സമയം കളയണ്ട. ഇപ്പോൾ മെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ ഈ ഒരു നോൺ ആക്റ്റീവ് മാത്രം. നിങ്ങൾ വിളിച്ചോളി, താഴെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇനി പുതിയ സജഷൻസോ പുതിയ കാര്യങ്ങളോ ഇനി അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തോണ്ടി. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.